സ്റ്റാർ ഫിഷുകൾ സോംബികളായിട്ട് മാറിയത് കണ്ടിട്ടുണ്ടോ? സോംബി സ്റ്റാർ ഫിഷുകൾ, സീ സ്റ്റാറുകൾ അല്ലെങ്കിൽ സ്റ്റാർ ഫിഷുകൾ തലച്ചോറില്ലാത്ത, ചോരയില്ലാത്ത ഇവ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിൽ വലിയ രീതിയിൽ പങ്കുവയ്ക്കുന്നവയാണ്. ചില സ്റ്റാർ ഫിഷുകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് അവയുടെ കൈകള്, അവയുടെ ബോഡി പാർട്സ് വേർപ്പെടുത്താറുണ്ട്. കാരണം ഇവയ്ക്ക് റീജനറേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇങ്ങനെ കൈകൾ പൊഴിച്ചു കളയുന്നതിന് കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ വന്നാലോ? അങ്ങനെ ഒരു അവസ്ഥ വന്നു. 2013 ഇത് ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. സീ സ്റ്റാർ വേസ്റ്റിംഗ് ഡിസീസ് എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. ഈ രോഗം കാരണം ഇവയ്ക്ക് സർഫസിൽ പറ്റി പിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇവയുടെ ശരീരം, ഇവയുടെ ബോഡി സോഫ്റ്റ് ആയി മാറുന്നു. അതായത് അഴുകുന്ന പോലെയാകുന്നു. കൈകളൊക്കെ തനിയെ വേർപെട്ടു പോയി അങ്ങനെ പതിയെ പതിയെ ചത്തുപോകുന്നു. പ്രധാനമായും വലിയ സൺഫ്ലവർ സ്റ്റാർ ഫിഷിനെ അടക്കം 20ഓളം സ്പീഷീസുകളെ ഈ രോഗം ബാധിച്ചതിനെ തുടർന്നിട്ട് ലക്ഷക്കണക്കിന് സ്റ്റാർ ഫിഷുകളാണ് കൂട്ടത്തോടെ ചത്തുപോയത്. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം ഒരു വൈറസ് ആണെന്നാണ് ആദ്യം സയന്റിസ്റ്റുകൾ കരുതിയത്. സീ സ്റ്റാർ അസോസിയേറ്റഡ് ഡെൻസോ വൈറസ്. കാരണം ചത്ത സ്റ്റാർ ഫിഷുകളിലെല്ലാം ഈ വൈറസിനെ കണ്ടെത്തിയിരുന്നു. പക്ഷെ പിന്നീട് ഹെൽത്തി ആയിട്ടുള്ള സ്റ്റാർ ഫിഷുകളിലും ഈ വൈറസിനെ കണ്ടെത്തി. ഇതോടുകൂടിയാണ് പുള്ളി ഈ കേസിലെ നിരപരാധിയാണെന്ന് മനസ്സിലായത്. ചില ഏരിയകളിൽ 100% സൺഫ്ലവർ സ്റ്റാർ ഫിഷുകളെ മൊത്തമായും തുടച്ചു നീക്കി ഈ രോഗം. എന്താണ് ഇതിന്റെ കാരണം എന്ന് വ്യക്തമല്ലെങ്കിലും വൈറസ് അറ്റാക്ക് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ടെമ്പറേച്ചറുള്ള വ്യത്യാസവും ഓക്സിജന്റെ ലഭ്യത കുറവും പിന്നെ മറ്റ് ബാക്ടീരിയാസ്, ഈ കണ്ടീഷൻസ് എല്ലാം ഒന്നിച്ചപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയായിരിക്കാം ഇതിന് കാരണം എന്നാണ് സയന്റിസ്റ്റുകൾ ഇപ്പോൾ കരുതുന്നത്. സ്വയം കൺട്രോൾ ഇല്ലാതെ പീസാകുന്ന അവസ്ഥ. ചൈനക്കാരൊക്കെ ഈ അവസ്ഥയിൽ സ്റ്റാർ ഫിഷിനെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട, ഞങ്ങൾ തന്നെ കട്ടായിക്കോളാം എന്ന് പറഞ്ഞത്. ഇനിയും ഒരു 100 പീസാക്കണോ ഷേർഖാൻ?